അതായത് ചേട്ടൻ്റെ പ്രത്യേകതകളിലൊന്നാണ് പാട്ട് 450 പാട്ടുകൾ മനസ്സിൽ ഹൃദയസ്ഥമാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ട്രാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ രസകരമായി പാടും. അതോടൊപ്പം തന്നെ ട്രാക്ക് വായിക്കുന്ന ഒരു മകനും സപ്പോർട്ടിനുണ്ട്. അയാൾ നന്നായിട്ട് പിയാനോ കൈകാര്യം ചെയ്യും. ആ പിയാനോ കൈകാര്യം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചേട്ടൻ ആ സമയത്തൊക്കെ തേങ്ങ ഇങ്ങനെ പല്ലുകൊണ്ട് കടിച്ച് കൊതിച്ചുകൊണ്ടിരിക്കും. അതാണ് ചേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇതൊന്നുമല്ല, ഒരുപാട് ജീവിത അനുഭവങ്ങളുടെ തീച്ചൂളയിലൂടെ വളർന്നു വന്ന ആളാണ് ഈ ധർമ്മരാജൻ ചേട്ടൻ. ആ തീക്ഷ്ണമായിട്ടുള്ള ആ കഥയാണ് നമ്മൾ ഇന്ന് ജീവിതം ജീവിക്കുന്നതിലൂടെ പരിചയപ്പെടുത്തുന്നത്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം. എൻ്റെ ഇളയ പെങ്ങളെ അടുത്തുള്ള എസ് നാരായണൻകുട്ടി സാറിൻ്റെ വീട്ടുപണിക്ക് പോകും. രാവിലെ പോകും. അവിടുന്ന് 8-8:30 മണിയാകുമ്പോൾ അവിടുത്തെ വേലയും കഴിഞ്ഞ് ഒരു പാത്രത്തിൽ ഒരു ചെറിയ കുടുംബ പാത്രത്തിൽ ചോറ് കൊണ്ടുവരും. ചോറ് കൊണ്ടുവന്നാണ് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് സ്കൂളിൽ പോകാറുണ്ട്. മഴയത്തും വെയിലത്തും പോവരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ. ചേട്ടനെ വിളമ്പി വെച്ചേക്കുന്ന ഭക്ഷണം പ്ലേറ്റിൽ മൂടി വെച്ചിട്ടുണ്ടാവും. അത് തിന്നാൻ വേണ്ടിയാണ് അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നത്. അപ്പൊ ചേട്ടൻ വരുമ്പോ എനിക്ക് അതിൽ നിന്നൊരു പങ്ക് കിട്ടുള്ളൂ. ചേട്ടൻ അങ്ങനെ ആഹാരം കഴിക്കാറില്ല. അപ്പൊ അതിന്റെ ഒരു പങ്ക് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ. അപ്പൊ അമ്മ ചേട്ടൻ വരുമ്പോ വിളിച്ചുണർത്തും. അങ്ങനെ അവരെ പങ്ക് കൂടി കഴിച്ചിട്ടാണ് കിടന്നു ഉറങ്ങുന്നത്. രാത്രി ആകുമ്പം 2 മണിയാകുമ്പോഴൊക്കെ മഴ പെയ്യുമ്പോൾ വെള്ളം ഊർന്നൊഴുകും. ചാണാൻ പെഴുകിയ സ്ഥലമാണല്ലോ. അവർ വെള്ളം കയറുമ്പോൾ മോൻ എന്നെ വിളിച്ചുണർത്തും. അമ്മ എനിക്ക് മഴ വരുന്നു. ചില സമയങ്ങളിൽ ഞങ്ങൾ സൈഡിൽ കൂടി ഒന്ന് വെച്ചു കൊടുക്കും വെള്ളം പോകാൻ വേണ്ടി. നീ എന്നിലോ ഞാൻ നിന്നിലോ ഒന്നാ ചേരുന്നതീ നിമിഷം കസ്തൂരി മാൻമിഴി. ഫ്രണ്ടിൽ കൂടി റെയിൽവേ ട്രാക്കിൽ ഞങ്ങൾ അവിടുത്തെ കുട്ടികളായിട്ടൊക്കെ, അന്ന് കൊച്ചു പിള്ളേരാണല്ലോ, കുട്ടികളായിട്ടൊക്കെ ഞങ്ങൾ ട്രാക്ക് ഇങ്ങ് നടക്കും. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ പോകാൻ നടക്കും. പ്ലാസ്റ്റിക് ഗ്ലാസ് അത് ഞങ്ങൾ പെറുക്കി ഞങ്ങൾ കുറഞ്ഞൊരു 4 കിലോമീറ്റർ വരെ പോകും. 4 കിലോമീറ്റർ നടന്ന് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ കിട്ടി. ഒരു ഗ്ലാസ്സിന് 5 പൈസയാണ് കിട്ടുന്നത്. ആ പൈസ കൂട്ടിയാണ് അതും കടന്നു പോകുന്നത്. പിന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കൂലിപ്പണിക്കൊക്കെ പോകും. അങ്ങനെ ഞങ്ങൾ രണ്ടും അങ്ങ് വളർന്നു വന്നിട്ടുള്ളതാണ്. അത് തക്കാളിപ്പെട്ടി നിർമ്മിച്ചു കഴിഞ്ഞിട്ട് അതിൽ ബീഡിയും സിഗരറ്റും മിഠായികളും. ഇതെന്തൊരു അത്ഭുതമാണെന്ന് എനിക്കറിയത്തില്ല. എന്തോ അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ SLC ബുക്ക് പാസ്. ഇതെന്തോ എനിക്കെന്താ അത്ഭുതം. എന്റെ കൂടെ കൂട്ടുകാരൻ തന്നെ ചോദിച്ചു ഇതെന്തോ ഇങ്ങനെ. എന്നെ